ഹലോ, ഇന്ന് നമ്മൾ ജിത്തൂസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഒരു വേഞ്ചോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡിസൈനിങ്ങും ഒക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് അവർ റെഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാവുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. ഓരോ കേക്കും ഓരോ അവസരമാക്കി എടുത്തിട്ട് പുതിയ പുതിയ പരീക്ഷണം നടത്താനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കുക. പക്ഷേ ഇവർ നമുക്ക് തന്നിട്ടുള്ളത് മുമ്പേ ചെയ്തിട്ടുള്ളൊരു സ്പൈഡർമാൻ കേക്കിൻ്റെ തീം തന്നെ നമ്മൾ തന്നെയാണ് റെഫറൻസ് തന്നെ. അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ, അവർക്ക് കസ്റ്റമർക്ക് മനസ്സിലാവാത്ത രീതിയിലെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേട് പോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ളത് മോൻ്റെ സ്കൂളിലെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് അവരെ അമ്മ തന്ന ഓർഡറാണ്. അവർ നമ്മളെ പുതിയ കസ്റ്റമർ കൂടിയാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്ന കേക്കാണല്ലോ, അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഞാൻ ഉദ്ദേശിച്ചത് അവർ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കേക്ക് ലാസ്റ്റ് കാണുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അതായത് പിന്നെ ബ്ലൂവും വൈറ്റും തമ്മനയിലിൽ കണ്ടല്ലോ, അതായത് ബ്ലൂവും വൈറ്റും ഒന്ന് സ്വാപ്പ് ചെയ്തിട്ടു. പിന്നെ സ്പൈഡർമാൻ്റെ ചെറിയൊരു വ്യത്യാസം കൊടുത്തു. പിന്നെന്ന് പറയുന്നത്, അന്ന് ഞാൻ ആ കേക്ക് ചെയ്ത സമയത്ത് പല ആൾക്കാരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ വല മീനിൻ്റെ വല പോലെ ഉണ്ടല്ലോ, മീൻ വല പോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആ കേക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞപ്പം അതൊരു സന്തോഷം തന്നെ കേട്ടോ. അപ്പോൾ ഇത്തവണയും ഞാനൊരു മീനിൻ്റെ വലയൊക്കെ വരച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേലെ ഒഴിക്കാനുള്ള ഗനാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഇത്. അതിൽ നമ്മൾ റെഡും ബ്ലൂവും കളർ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ റെഡും എപ്പോഴും അതന്നെ അല്ല കേട്ടോ, മാജിക് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബേക്കർ ബേക്കർ ക്രാഫ്റ്റ് ആണോ ബേക്കർ ഷെഫാണോ ഓർമ്മയില്ല, അതൊക്കെ ആ കളേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജെൽ കളറാണ് കേട്ടോ. ഇതാണ് അവർ എനിക്ക് തന്നിട്ടുള്ള റെഫറൻസ്, നമ്മളെ കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ, എട്ടിൻ്റെ പണി കിട്ടുക എപ്പോഴാണെന്ന് വെച്ചാൽ, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ടച്ച് ഉണ്ടല്ലോ, ആ മൊത്തം കേക്കിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഫൈനൽ ടച്ച് വരിക. ഗനാഷെല്ലാം ഏകദേശം ഒഴിച്ച് നല്ല രീതിക്ക് ഡ്രിപ്പായിട്ടൊക്കെ വരും. എന്നാലും എനിക്ക് ബാക്കിയുള്ളത് നമുക്ക് അവിടെ വെച്ചേച്ചാൽ മതി, പക്ഷെ അത് ഞാൻ ചെയ്യൂല. അതും കൂടി ഇതിലോട്ട് ഒഴിക്കും. ദാ പോകുന്ന വെള്ളച്ചാട്ടം പോലെ പോകുന്ന കണ്ടോ, എന്ത് ഭംഗിയിൽ വന്ന സാധനം. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എനിക്ക് എല്ലാ കേക്കിലും പറ്റാറുണ്ട്, ഒന്ന് പോലും ഒഴിഞ്ഞു പോവില്ല. അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ വലയാണ്, സ്പൈഡർമാൻ്റെ വല തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരച്ച് കൊടുത്ത് സ്പൈഡർമാൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, മൂപ്പരെടുത്തൊന്ന് മേലേക്ക് കയറ്റി വെക്കണം. ഞാൻ വിചാരിക്കുക എത്ര കേക്ക് ചെയ്താലും ആർക്കും ട്രെൻഡ് പോവാത്തൊരു കേക്കാണല്ലേ സ്പൈഡർമാൻ. എല്ലാ മക്കളുടെയും ഒരു ഭയങ്കര ഒരു ഇതാണ് സ്പൈഡർമാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ പേരെഴുതാനും യൂസ് ചെയ്യുന്നത് സ്പൈഡർമാൻ്റെ അതേപോലെ തന്നെ ഒരു പാറ്റേൺ വരുന്ന രീതിയിൽ നീല ഫോണ്ടൻറ്റും റെഡ് ഫോണ്ടൻറ്റും കൂടെ മിക്സ് ചെയ്ത് പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് മോൻ്റെ പേര് എഴുതി കൊടുക്കുകയാണേ. അപ്പോൾ ആ ഒരു ഡിസൈനിൽ വരുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെഡും ബ്ലൂവും കലപ്പിൽ വരുന്ന അതുപോലെയാണ് നമ്മൾ പേരൊക്കെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്പൈഡർമാനെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.